ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 25ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലഡാക്കിലെ ദ്രാസിൽ കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിക്കും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിൽ നടന്നു. ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിൽ 2 തവണ ലോക്സഭ നിർത്തിവച്ചു. കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 25ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിക്കും. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികർക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഷിൻകുൻല ടണൽ പദ്ധതിയുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 4.1 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ നീളം. നിമു, പദും, ദാർച്ച വഴി ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഏകദേശം 15,800 അടി ഉയരത്തിലാണ് തുരങ്കപാത നിർമ്മിക്കുക. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായി ഷിൻകുൻല ടണൽ മാറും. സായുധ സേനയുടെയും പ്രതിരോധ സാമഗ്രികളുടെയും കാര്യക്ഷമമായ കൈമാറ്റത്തിനും ലഡാക്കിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനും തുരങ്കപാത വഴിയൊരുക്കും. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്നു. ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വിമർശനമുന്നയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് അംഗം ചരൺജിത് സിംഗ് ചന്നി പഞ്ചാബിനെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബജറ്റ് ചരിത്രപരമാണെന്നും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണിതെന്നും ബിജെപി എംപി ബൈജയന്ത് പാണ്ഡ പറഞ്ഞു. ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് പകർത്തിയതാണെന്ന് തൃണമൂൽ എംപി സൌഗത് റോയ് ആരോപിച്ചു. കാർഷിക വായ്പകൾ എഴുതിത്തള്ളാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് എംപി രൺദീപ് സിംഗ് സുർജേവാല ഭക്ഷ്യധാന്യങ്ങൾക്ക് മതിയായ താങ്ങുവില കേന്ദ്രം നൽകുന്നില്ലെന്നും പറഞ്ഞു. ഇന്ന് 2 തവണയാണ് ലോക്സഭാ സമ്മേളനം നിർത്തിവച്ചത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ കൊലപാതകം കോൺഗ്രസ് അംഗം ചരൺജിത് സിംഗ് ചന്നി സഭയിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവുമായുള്ള വാഗ്വാദം ആരംഭിച്ചത്. ചന്നിക്കെതിരായ കേന്ദ്ര സഹമന്ത്രിയുടെ ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്നും ഇതിനെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് അംഗം കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. അംഗങ്ങൾ സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ഇതേ അഭിപ്രായം ഉന്നയിച്ചു. ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. തുടർന്ന് സഭ സമ്മേളിച്ചപ്പോൾ കർഷകർക്കുള്ള കുറഞ്ഞ താങ്ങുവില വിഷയത്തിൽ സഭ വീണ്ടും പ്രക്ഷുബ്ധമായി. തുടർന്ന് സഭ 3 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. 5 എക്സ്പ്രസ് വേകൾ, 22 ആക്സസ് കൺട്രോൾഡ് ഹൈവേകൾ എന്നിവ ഉൾപ്പെടെ 9,860 കിലോമീറ്റർ ഹരിത ഇടനാഴികളായി മാറ്റാൻ ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എക്സ്പ്രസ് വേക്കും ആക്സസ് കൺട്രോൾ ഹൈവേകൾക്കുമായി 4,19,130 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് CNG വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഗണ്യമായ വർധനയുണ്ടായതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി. ഈ മാസം 22 വരെ 72,10,000 വാഹനങ്ങൾ CNG രജിസ്ട്രേഷൻ നടത്തിയതായും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു. സിറ്റി ഗ്യാസ് വിതരണ ശൃംഖല പദ്ധതിയുടെ ഭാഗമായി CNG സ്റ്റേഷനുകൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പുരുഷ ടീമിന്റെ മത്സരം പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗികമായി തിരിതെളിയാൻ ഒരു ദിനം കൂടി ബാക്കി നിൽക്കെ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് തുടക്കമായി. പ്രതീക്ഷാ നിർഭരമായ തുടക്കമിട്ടാണ് അമ്പെയ്ത്ത് മത്സരത്തിൽ ഇന്ത്യയുടെ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. റാങ്കിംഗ് റൌണ്ടിൽ 1983 പോയിന്റ് നേടി 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ഇന്ത്യൻ സംഘം നേരിട്ട് ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യൻ താരങ്ങളായ അങ്കിത ഭഗത് 11ാമതായും ഭജൻ കൌർ 22ാമതായും ദീപിക കുമാരി 23ാമതുമായാണ് ഫിനിഷ് ചെയ്തത്. കൊറിയ, ചൈന, മെക്സിക്കൻ ടീമുകളും ഇന്ത്യയ്ക്കൊപ്പം ക്വാർട്ടറിലെത്തി. അവസാന 16ാം ഘട്ടത്തിൽ ആതിഥേയരായ ഫ്രാൻസും നെതർലൻഡ്സും തമ്മിലുള്ള മത്സര വിജയിയെയാണ് വനിതകളുടെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നേരിടുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോകം കാത്തിരിക്കുന്ന ഒളിമ്പിക്സ് കായിക മാമാങ്കത്തിന് നാളെ തിരിതെളിയും. ഇന്ത്യൻ സമയം നാളെ രാത്രി 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളോടെ 2024 പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷ പേറി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ശരത് കമലും രാജ്യത്തിന്റെ പതാകയേന്തും. രാജ്യത്തെ പ്രതിനിധീകരിച്ച് പതാകയേന്തുന്നത് അഭിമാനകരമായ നിമിഷമെന്ന് PV സിന്ധു പറഞ്ഞു. I'm very happy to be the flag bearer also with our fellow Indian Sharath Kamal. It's a proud moment for both of us, and of course it's a one-time opportunity for anyone to be a flag bearer and obviously representing our country. It's at the Olympics, standing there right in the front holding Indian flag. So it's a very proud moment for both of us. ഒളിമ്പിക്സിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണമുള്ളതിനാൽ രാവിലെ 7:25 ആകാശവാണി വാർത്തകൾ നാളെ മുതൽ ഓഗസ്റ്റ് 11 വരെ രാവിലെ 7:20 പ്രക്ഷേപണം ചെയ്യുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആസിയാൻ പ്രവർത്തന യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിയറ്റ്നാമിലെ ലാവോസിലെത്തി. ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഒരു ദശകം പൂർത്തിയാകുന്ന വേളയിൽ ഇന്ത്യയും ആസിയാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ആസിയാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തെക്കൻ ഗുജറാത്ത് തീരത്തിനും വടക്കൻ കേരള തീരത്തിനും മധ്യേ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്നും നാളെയും സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അടുത്ത 2 ദിവസം കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഗുജറാത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് 7 ജില്ലകളിൽ നിന്നായി 4000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട 535ഓളം ആളുകളെ ദേശീയ ദുരന്ത പ്രതികരണ സേന രക്ഷപ്പെടുത്തി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം സെമിയിൽ രാത്രി 7 മണിക്ക് ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ 3 ഇടങ്ങളിൽ ഒരിടത്ത് അർജുന്റെ ലോറിയുണ്ടെന്നാണ് നിഗമനമെന്ന് ദൌത്യസംഘം അറിയിച്ചു. ട്രക്കിൽ ആളുണ്ടോ എന്നറിയാൻ രാത്രി വീണ്ടും ഡ്രോൺ പരിശോധന നടത്തുകയാണ്. കേരളത്തിൽ 14 വയസ്സുകാരൻ നിപ വൈറസ് ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പൂനെയിൽ നിന്നുള്ള ICMRന്റെ മൊബൈൽ BSL-3 ലബോറട്ടറി ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ICMRന്റെ വിദഗ്ധ സംഘവും മഞ്ചേരിയിലെത്തിയിട്ടുണ്ട്. കുട്ടിക്ക് നിപ വൈറസ് ബാധയുണ്ടെന്ന് കരുതുന്ന മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പ്രദേശം സംഘം സന്ദർശിച്ചു. 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെ ആകെ 66 സാമ്പിളുകളാണ് നെഗറ്റീവായത്. രാജ്യത്തെ 500ാമത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്തു. മിസോറാമിലെ ഐസ്വാളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിലാണ് അപ്ന റേഡിയോ 90.0 FM എന്ന് പേരിട്ടിരിക്കുന്ന റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചത്. 10ാമത് ദേശീയ കമ്മ്യൂണിറ്റി പുരസ്കാരങ്ങളും ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും റേഡിയോ ബൻസിഗർ, റേഡിയോ കൊച്ചി എന്നിവ പുരസ്കാരങ്ങൾക്ക് അർഹമായി. ഗോവയിൽ നടക്കാനിരിക്കുന്ന 55ാമത്തെയും 56ാമത്തെയും ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഡയറക്ടറായി ചലച്ചിത്ര സംവിധായകൻ ശേഖർ കപൂറിനെ നിയമിച്ചു. ഇതു സംബന്ധിച്ച ഉത്തരവ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കി. ഈ വർഷം നവംബർ 20 മുതൽ 28 വരെയാണ് 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 25ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലഡാക്കിലെ ദ്രാസിൽ കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിക്കും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. അമ്പെയ്ത്തിൽ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിൽ നടന്നു. ഭരണപ്രതിപക്ഷ വാഗ്വാദത്തിൽ 2 തവണ ലോക്സഭ നിർത്തിവച്ചു. കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.